സെയിൽസ് ഫോർകാസ്റ്റിംഗ് ടെക്നിക്സ് ആൻഡ് പ്രൊസീജിയേഴ്സ്. മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന സബ്ജക്റ്റിൽ ഫോർകാസ്റ്റിംഗ് ടെക്നിക്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ 4ാമത്തെ പോയിൻ്റാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്, കൺസ്യൂമേഴ്സ് ബൈയിങ് പ്ലാൻ. കൺസ്യൂമേഴ്സ് ആസ് എ സോഴ്സ് ഓഫ് ഇൻഫോർമേഷൻ ടു നോ ദെയർ ലൈക്ലി പർച്ചേസ് ഡ്യൂറിങ് ദ പീരീഡ് ഗിവൺ എ സെറ്റ്. ഇവിടെ നമ്മൾ സെയിൽസ് ഫോർകാസ്റ്റിംഗ് ചെയ്യുന്നത് കൺസ്യൂമേഴ്സിനോട് തന്നെ ബൈയിങ് പ്ലാൻ, അവരുടെ എങ്ങനെയാണ് ഇത് പർച്ചേസ് ചെയ്യുമ്പോൾ എത്ര ക്വാണ്ടിറ്റി നിങ്ങൾക്ക് വേണ്ടി വരും എന്നുള്ളതൊക്കെ ചോദിച്ചിട്ടാണ്. അതായത് ഫ്യൂ കസ്റ്റമേഴ്സ് എന്ന്, അതായത് നമ്മളോട് ലോയലായിട്ടുള്ള കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് നമ്മൾ ചോദിക്കുക. ഇത് നമ്മൾ ചെയ്യുന്നത് ഇൻഡസ്ട്രിയൽ ഗുഡ്സൊക്കെ പ്രൊഡ്യൂസ്, അതായത് ഇൻഡസ്ട്രിയൽ ഗുഡ്സ് പലപ്പോഴും നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആ ഒരൊറ്റ കൺസ്യൂമറെ ഉദ്ദേശിച്ചിട്ട് തന്നെയായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷനിലാണ് കൺസ്യൂമേഴ്സിൻ്റെ ബൈയിങ് പ്ലാൻ എന്താണെന്നുള്ളത് നമ്മൾ അവരോട് ചോദിക്കുക. ആ ലിമിറ്റഡ് ബയ്യേഴ്സിനോട്, നമ്മളത് കൂടാതെയും നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടായിരിക്കാം. അപ്പോൾ ഇവരോട്, അതുപോലെ തന്നെ ഹോൾസെയിലേഴ്സ്, റീറ്റെയിലേഴ്സ്, അങ്ങനെയുള്ള ആൾക്കാരോടൊക്കെ എത്ര പ്രൊഡക്റ്റ് നിങ്ങൾക്ക് വേണ്ടി വരും എന്നുള്ളത് ചോദിക്കുന്നത്. അതുപോലെ തന്നെ പൊട്ടൻഷ്യലായിട്ട് നമുക്ക് ഉറപ്പാണ് അവർ പ്രൊഡക്റ്റ് വാങ്ങുന്ന ഉറപ്പുള്ള ആൾക്കാരോടും നമ്മൾ സർവേ കണ്ടക്ട് ചെയ്യുന്നതാണ് ഈ കൺസ്യൂമേഴ്സ് ബൈയിങ് പ്ലാൻ എന്ന് പറയുന്നത്. ഇത് മെറിറ്റായിട്ട് പറയുന്നത് ഫസ്റ്റ് ഹാൻഡ് ഇൻഫോർമേഷൻ പോസിബിൾ ആണ്, യൂസർ ഇൻറ്റൻഷൻ ഈസ് നോൺ, നമുക്കറിയാം. ഡീമെറിറ്റ് ആയിട്ട് പറയുന്നത് കൺസ്യൂമേഴ്സിൻ്റെ എക്സ്പെക്റ്റേഷൻ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റില്ല, ഡിഫിക്കൽട്ട് ടു ഐഡൻറ്റിഫൈ, ആക്ച്വൽ ബയേഴ്സ് ആരാണെന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. പിന്നെ വളരെ കുറച്ച് പേരോട് മാത്രമാണ് നമ്മൾ അഭിപ്രായങ്ങൾ കളക്ട് ചെയ്യുന്നുള്ളൂ, അത് ചിലപ്പോൾ പ്രാക്ടിക്കൽ ആയിക്കൊള്ളണമെന്നില്ല. ലോങ് റൺ ഫോർകാസ്റ്റിംഗ് പോസിബിൾ അല്ല. അതിൽ സിസ്റ്റം കോസ്റ്റ്ലി ആണ്, ബയേഴ്സ് മേ ചേഞ്ച് ദെയർ ബൈയിങ് ഡിസിഷൻ, അവർ ചേഞ്ച് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. നെക്സ്റ്റ് വരുന്നതാണ് മാർക്കറ്റ് ഫാക്ടർ അനാലിസിസ്. എ കമ്പനി സെയിൽസ് മേ ഡിപ്പെൻഡ് അപ്പോൺ ദ ബിഹേവിയർ ഓഫ് സർട്ടൻ മാർക്കറ്റ് ഫാക്ടേഴ്സ്, ദ പ്രിൻസിപ്പൽ ഫാക്ടേഴ്സ് വിച്ച് എഫക്റ്റ് ദ സെയിൽസ് മേ ഡിറ്റർമിൻ. ഇതിൽ നമ്മൾ മാർക്കറ്റിലെ ചില ഫാക്ടേഴ്സ് കൺസിഡർ ചെയ്യുകയാണ്, നമ്മുടെ സെയിൽസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ചില ഘടകങ്ങൾ ഏതൊക്കെയാണ്. അത് ബൈ സ്റ്റഡിങ് ദ ബിഹേവിയർ ഓഫ് ഫാക്ടേഴ്സ്, അതിനെക്കുറിച്ച് പഠിച്ചതിന് ശേഷം ആ ഫാക്ടേഴ്സ് നമ്മൾ എടുക്കണം. അതിന് നമ്മൾ കോറിലേഷൻ ടെക്നിക്സൊക്കെ ഉപയോഗിച്ചിട്ട് അത് എത്രമാത്രം ഫ്ലക്ച്വേറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതൊക്കെ പഠിക്കുകയാണ് ചെയ്യുന്നത്. ദ റിലേഷൻഷിപ്പ് ഓഫ് ഇമ്പോർട്ടൻസ് ഇൻഡിക്കേറ്റ് സം കണക്ഷൻ ബിറ്റ്വീൻ ദ വേരിയബിൾസ് അണ്ടർ ഒബ്സർവേഷൻ. നമുക്ക് ആ വേരിയബിൾസ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടായിരിക്കും, നമ്മുടെ സെയിൽസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടായിരിക്കും. അതുപോലെ റിഗ്രഷൻ അനാലിസിസിലൊക്കെ നമുക്ക് നോക്കി കഴിഞ്ഞാൽ അഡ്വർടൈസ്മെൻറ്റ് എത്രമാത്രം സെയിൽസിന് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്, അതൊക്കെ നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റും, റിഗ്രഷൻ അനാലിസിസൊക്കെ ചെയ്തു കഴിഞ്ഞ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ മാർക്കറ്റിലെ ചില ഫാക്ടേഴ്സ് എടുത്തിട്ട് എന്ത് ചെയ്യാണ്, അനലൈസ് ചെയ്യാണ്. ആ ഫാക്ടേഴ്സ് എങ്ങനെയാണ് ഇൻഫ്ലുവൻസ് ചെയ്യണമെന്നുള്ളത് അനലൈസ് ചെയ്യുന്ന മെത്തേഡാണ് മാർക്കറ്റ് ഫാക്ടർ അനാലിസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ സെലക്ഷൻ ഓഫ് അപ്രോപ്രിയേറ്റ് മാർക്കറ്റ് ഫാക്ടേഴ്സ് ആണ് അതിൻ്റെ സക്സസ് ഇരിക്കുന്നത്. മിനിമൈസിങ് നമ്പർ ഓഫ് ഫാക്ടേഴ്സ് ഈസ് ഇമ്പോർട്ടൻറ്റ്. അതായത് കുറേ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നില്ല, എല്ലാ ഫാക്ടേഴ്സും നമ്മൾ എടുക്കില്ല. മെയിൻ ആയിട്ടുള്ള ഫാക്ടേഴ്സ് ചിലപ്പോൾ പ്രൈസ് ആവാം, കോമ്പറ്റീഷൻ ആവാം, അഡ്വർടൈസിങ് ആവാം, ഡിസ്പോസിബിൾ ഇൻകം ആവാം, ബൈയിങ് ഹാബിറ്റ് ആവാം, കൺസംഷൻ ഹാബിറ്റ് ആവാം, കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് ആവാം, ചേഞ്ച് ഇൻ പോപ്പുലേഷൻ, ഏത് വേണമെങ്കിലും ആവാം. പക്ഷേ അതിൽ ഏറ്റവും അധികം എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് മാത്രം നമ്മൾ കൺസിഡർ ചെയ്തിട്ട് അതിൽ എത്രമാത്രം സെയിൽസ് ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ട് എന്നുള്ളതൊക്കെ നോക്കുകയാണ് ചെയ്യുന്നത്. മെറിറ്റ് പറയുന്ന സൗണ്ട് മെത്തേഡാണ്. മാർക്കറ്റ് ഫാക്ടർ അനാലിസിസ് ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാൻ പറ്റും. കോസ്റ്റ്ലി ആണ്, ടൈം കൺസ്യൂമിംഗ് ആണ്, ഷോർട്ട് റൺ ആണെന്നാണ് ഡീമെറിറ്റ് ആയിട്ട് പറയുന്നത്. നെക്സ്റ്റ് വരുന്നത് എക്സ്പേർട്ട് ഒപ്പീനിയൻ. മെനി കമ്പനീസ് കൺസൾട്ടൻസി ഏജൻസി ഹാവ് എൻറ്റേർഡ് ഇൻ ദ ഫീൽഡ് ഓഫ് സെയിൽസ്. അതായത് കൺസൾട്ടൻസി ഏജൻസിയോട്, നമ്മൾ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള എക്സ്പേർട്ടിനോട് നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ ഡിമാൻഡിനെ കുറിച്ചിട്ട് ഡീറ്റെയിൽസ് കളക്ട് ചെയ്യുന്നതാണ് എക്സ്പേർട്ട് ഒപ്പീനിയൻ. റിസർച്ചസ് ആൻഡ് പൊസസ് റെഡിമെയ്ഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റ. ഇത് അവർ റിസർച്ച് കണ്ടക്ട് ചെയ്തിട്ടാണ്, അല്ലെങ്കിൽ അവർ ഓൾറെഡി സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടോ, അതിൽ അവർ ഒപ്പീനിയൻ നമ്മുടെ അടുത്ത് പറയുന്നത്. അവരുടെ അങ്ങനെയാണ് ഫേം മേ മേക്ക് യൂസ് ഓഫ് ഒപ്പീനിയൻ ഓഫ് സച്ച് എക്സ്പേർട്സ്, അവരുടെ ഒപ്പീനിയൻ കളക്ട് ചെയ്യുന്നത്. അതിൽ മെറിറ്റായിട്ട് പറയുന്നത് ഫോർകാസ്റ്റിംഗ് ക്വിക്ക് ആൻഡ് ഇൻഎക്സ്പെൻസീവ് ആണ്, മോർ ആക്യുറേറ്റ് ആണ്, സ്പെഷ്യലൈസ്ഡ് നോളേജ്, അതിനെക്കുറിച്ച് കൃത്യമായ നോളജുള്ള ആൾക്കാരായിരിക്കും. ഡീമെറിറ്റ് ആയിട്ട് പറയുന്നത് റിലയബിൾ അല്ല, മേ നോട്ട് ബി റിലയബിൾ അല്ല, സക്സസ്ഫുൾ ഫോർകാസ്റ്റിംഗ് ഇപ്പോൾ കോമ്പറ്റൻസീസ് ഓഫ് എക്സ്പേർട്ട്. അതുപോലെ ബ്രോഡ് ഔട്ട്ലുക്ക് മേ ബി ലാക്കിങ്, നമുക്കൊരു ബ്രോഡ് ഔട്ട്ലുക്ക് ഒന്നുമില്ല, ഒരു സർട്ടൻ പീരീഡിലത്തെ മാത്രമാണ് നമുക്ക് ഇങ്ങനെ കളക്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. നെക്സ്റ്റ് ഇക്കണോമെട്രിക് മോഡൽ ബിൽഡിംഗ് മെത്തേഡ്. അതായത് മാത്തമാറ്റിക്കൽ അപ്രോച്ചാണിത്. സെയിൽസ് ഫോർകാസ്റ്റ് ചെയ്യാനായിട്ട് മെയിനായിട്ട് ഡ്യൂറബിൾ ഗുഡ്സിൻ്റെ ഒക്കെ ആണെങ്കിൽ നമ്മൾ ഇക്വേഷൻ കാൽക്കുലേറ്റ് ചെയ്യാണ്. നമ്മൾ മാർക്കറ്റ് ഫോഴ്സ് അനാലിസിസ് എന്ന് പറയുന്നതിൽ മാർക്കറ്റ് ഫാക്ടേഴ്സ് നമ്മൾ കൺസിഡർ ചെയ്യും. അതേപോലെ തന്നെ ഇവിടെ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള മാർക്കറ്റ് വേരിയബിൾസും അതുപോലെ തന്നെ അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് സെയിൽസ് നിൽക്കുന്നത്. അതും തമ്മിൽ കളക്ട് ചെയ്തിട്ട് അത് തമ്മിൽ മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻസ് അപ്ലൈ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, എത്രയാണ് റിസൾട്ട്, അതായത് സെയിൽസ് എത്രയാണ് എന്ന് ഫോർകാസ്റ്റ് ചെയ്യുന്നതാണ് ഇക്കണോമെട്രിക് മോഡൽ മെത്തേഡ്. നെക്സ്റ്റ് വരുന്നത് പാസ്റ്റ് സെയിൽസ് ഹിസ്റ്റോറിക്കൽ മെത്തേഡ്. പേഴ്സണൽ ജഡ്ജ്മെൻറ്റ് ഓഫ് സെയിൽസ് ഫോർകാസ്റ്റിംഗ് ക്യാൻ ബി ബെനിഫിഷ്യലി സപ്ലിമെൻറ്റഡ് ബൈ ദ യൂസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ ആൻഡ്
ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ്. ഇതിൽ നമ്മൾ ചെയ്യുന്നത് ടുഡേയ്സ് സെയിൽസ് ആക്ടിവിറ്റി ക്ലോസ്ഡ് ഇൻ ടു ടുമാറോ സെയിൽസ് ആക്ടിവിറ്റീസ്. അതായത് പഴയ സെയിൽസിൻ്റെ ഡീറ്റെയിൽസ് എടുത്തിട്ട് ഫ്യൂച്ചറിൽ എത്ര കൂടും എന്നുള്ളതൊക്കെ നമ്മൾ ചെക്ക് ചെയ്യുന്നതാണ്. സെയിൽസ് മാത്രം, പാസ്റ്റ് സെയിൽസിൻ്റെ റെക്കോർഡ്സ് മാത്രമാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഈ മെത്തേഡിൽ എന്താണ് നെക്സ്റ്റ് ഇയർ സെയിൽസ് എന്ന് പറയുന്നത് പ്രസൻറ്റ് ഇയർ സെയിൽസ് പ്ലസ് ദ ഇയർ ലാസ്റ്റ് ഇയർ സെയിൽസ്, അത് ലാസ്റ്റ് ഇയർത്തെ ഇപ്പോഴത്തെയും കൂടിയിട്ടാണ് നെക്സ്റ്റ് ഇയർ വരിക. പ്രസൻറ്റ് ഇയർ സെയിൽസ് പ്ലസ് 10 or 5% പ്രസൻറ്റ് സെയിൽസ്, അതിൻ്റെ കൂടെ 10% 5% ഇൻക്രീസ് ചെയ്യും എന്നുള്ളത് നോക്കിയിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് സിമ്പിൾ പെർസെൻറ്റേജ് മെത്തേഡാണ് നമ്മൾ ചെയ്യുന്നത്. ഇനി ടൈം സീരീസ് അനാലിസിസ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഐസൊലേഷൻ ലോങ് പീരീഡിലേക്കാണ് സൈക്ലിക്കൽ ചേഞ്ച് സീസൺ വാരിയേഷനൊക്കെ കണക്കിലെടുത്തിട്ട് ഒരു ട്രെൻഡ് എങ്ങനെയാണ്, അതായത് ഇൻക്രീസ് ചെയ്യാനാണ് ട്രെൻഡ് കാണിക്കുന്നത്, പാസ്റ്റ് റെക്കോർഡ്സൊക്കെ കാണിക്കണമെങ്കിൽ നമ്മൾ ഇൻക്രീസ് ആണ്, കൂടുതലാണ് സെയിൽ വരിക. അതല്ല ഡിക്രീസ് ആണ് ട്രെൻഡ് കാണിക്കുന്നത് വെച്ചാൽ സെയിൽസ് കുറയുകയാണ് ചെയ്യുക. മെറിറ്റിൽ പറയുന്നത് ഗസ് വർക്ക് അല്ല, മെത്തേഡ് സിമ്പിൾ ആൻഡ് ഇൻഎക്സ്പെൻസീവ് ആണ്, ഒബ്ജക്റ്റീവ് മെത്തേഡാണ്, കൃത്യമായ ഡാറ്റ കിട്ടും. ഡിമെറിറ്റിൽ മാർക്കറ്റ് ഈസ് ഡൈനാമിക് ഈസ് നോട്ട് കൺസിഡേർഡ്, നോ പ്രൊവിഷൻ മെയ്ഡ് അപ്പ് സ്വിങ്സ് ആൻഡ് ഡൗൺ സ്വിങ്സ് ഇൻ സെയിൽസ് ആക്ടിവിറ്റീസ്. അതായത് മാർക്കറ്റ് ഡൈനാമിക് ആണ്, കഴിഞ്ഞ വർഷം സെയിൽസ് ഉണ്ടായി, അത് വിചാരിച്ചിട്ട് അതിനേക്കാളും കൂടുതൽ സെയിൽസ് ഈ വർഷം ഉണ്ടാവാനായിട്ടുള്ള സാധ്യത നമുക്ക് എടുക്കാൻ പറ്റില്ല, കാരണം ചേഞ്ച് വരാനുള്ള സാധ്യതയുണ്ട്, ഡൈനാമിക്കാണ്, ചേഞ്ചാണ്. പിന്നെ അതേപോലെ തന്നെ അപ്പ് സ്വിങ്സും ഡൗൺ സ്വിങ്സും സാധാരണഗതിയിൽ മുകളിലേക്ക് പോവുകയും താഴത്തേക്ക് പോവുകയൊക്കെ സാധാരണഗതിയിൽ ഉണ്ടാവും, സെയിൽസ് കൂടുകയും കുറയുകയൊക്കെ ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. ഇനി നെക്സ്റ്റ് വരുന്നതാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്. സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ് സുപ്പീരിയർ ടെക്നിക്സ് ഓഫ് സെയിൽസ് ഫോർകാസ്റ്റിംഗ്. നമ്മൾ മാത്തമാറ്റിക്കൽ അപ്ലിക്കേഷൻസ് ഉപയോഗിച്ചിട്ട് ചെയ്യുന്ന, സ്റ്റാറ്റിസ്റ്റിക്സ് ഉപയോഗിച്ചിട്ട് ചെയ്യുന്നതാണ് ട്രെൻഡ് മെത്തേഡ്, ഗ്രാഫിക്കൽ മെത്തേഡ്, ടൈം സീരീസ് മെത്തേഡ്. ടൈം സീരീസിൽ തന്നെ ഫ്രീ ഹാൻഡ്, സെമി ആവറേജ്, മൂവിങ് ആവറേജ്, മെത്തേഡ് ഓഫ് ലീസ്റ്റ് സ്ക്വയർ, പിന്നെ വരുന്നത് കോറിലേഷൻ ആൻഡ് റിഗ്രഷൻ മെത്തേഡ്. ഈ മെത്തേഡുകൾ നമുക്ക് ഇതിൽ ഡിസ്കസ് ചെയ്യാനൊന്നുമില്ല, മെത്തേഡ്സ് എന്താണെന്നുള്ളത് ഒന്ന് ഫെമിലിയർ ആവാൻ മാത്രമേ ഉള്ളൂ. ആ മെത്തേഡുകളാണ് ഇതിൽ മെയിനായിട്ട് വരുന്നത് സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡിൽ. ഇതാണ് സെയിൽസ് ഫോഴ്സ് പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട്, ഫോർകാസ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സെയിൽസ് ടെക്നിക്സുകളായിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു.